എല്ലാവർക്കും ജസ്റ്റ് റിലാക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1972 പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചെങ്കിലും ഉപനായകനും വില്ലനുമെല്ലാമായി അഭിനയം തുടർന്ന് 80കളോടെയാണ് ജയൻ എന്ന നടൻ മലയാളികളുടെ മനസ്സിലെ താരമായത്. ശരപഞ്ചരത്തിലെ വില്ലൻ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. പിന്നീട് ഇരുമ്പഴികൾ തുടങ്ങി അങ്ങാടിയിലൂടെ വിശ്രമമില്ലാത്ത സിനിമാ യാത്രയായിരുന്നു ജയന്റേത്. ശശികുമാറും ബേബിയും ജോഷിയും IV ശശിയുമൊക്കെ ജയന്റെ രൂപത്തിന് ചേർന്ന ചിത്രങ്ങൾ എടുക്കുവാൻ മത്സരമായിരുന്നു. ശരീരത്തെ കഴിയുന്നത്ര ചൂഷണം ചെയ്യപ്പെട്ട നടനാണ് ജയൻ. നടികളുടെ മാദകത്വം ഓരോ ഉളുപ്പുമില്ലാതെ സിനിമയിൽ കച്ചവട ചരക്കാക്കുമ്പോൾ നടന്മാരുടെ സൗന്ദര്യം പ്രേംനസീറിൽ നിലനിർത്തി മലയാള സിനിമ പോന്നിരുന്ന കാലം. പുരുഷ സൗന്ദര്യത്തിന്റെ മൃദുലമായ സമീപനങ്ങളായിരുന്നു അദ്ദേഹത്തോടെങ്കിൽ ജയനിലെത്തുമ്പോൾ അത് ശരീര പ്രദർശനവും കൂടിയായി മാറി. അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ അത്യപൂർവമായേ ജയൻ എന്ന അഭിനേതാവിനെ തേടി വന്നിട്ടുള്ളൂ. വിരലിലെണ്ണാവുന്നത് മാത്രം. എങ്കിലും കിട്ടിയ റോളുകൾ ഏതെന്ന് നോക്കാതെ ആത്മാർത്ഥതയോടെ അഭിനയിക്കുക എന്നതായിരുന്നു ജയന്റെ സമീപനം. ആ ആത്മാർത്ഥതയ്ക്ക് ഒടുവിൽ സ്വജീവിതം പോലും അദ്ദേഹത്തിന് ബലിയർപ്പിക്കേണ്ടി വന്നു. ഡ്യൂപ്പുകളില്ലാതെ സ്റ്റണ്ട് സീനുകളിൽ അഭിനയിക്കുക എന്ന നയമായിരുന്നു ജയന് ഉണ്ടായിരുന്നത്. അങ്ങാടിയിലെ തൊഴിലാളി നേതാവിന്റെ കരുത്തും വാക്ചാതുര്യവും പ്രേക്ഷകരെ മൊത്തത്തിൽ ആകർഷിക്കുകയുണ്ടായി. കൂടുതലും സാധാരണ പ്രേക്ഷകരെ. മനസ്സിൽ അടക്കി വെച്ച വികാരങ്ങൾ, പറയാൻ ഉദ്ദേശിച്ച വാചകങ്ങൾ, ചെയ്യണമെന്നാഗ്രഹിച്ച കാര്യങ്ങൾ ഒരു സൂപ്പർമാനെ പോലെ ചെയ്തു തീർക്കുന്ന ജയൻ കഥാപാത്രങ്ങൾ സാധാരണ പ്രേക്ഷകർക്ക് അവതാര കഥാപാത്രങ്ങളായിരുന്നു. പ്രേക്ഷക താല്പര്യം മനസ്സിലാക്കിയ സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും അതും കൊണ്ടും കൂടിയാണ് അത്തരം സിനിമകളും കഥാപാത്രങ്ങളും സൃഷ്ടിച്ചതും. പെട്ടെന്ന് തന്നെ ജയൻ എന്ന താരം അസ്തമിക്കുകയും ചെയ്തു. അതും 41-ാം വയസ്സിൽ. മദ്രാസിലെ ഷോലാവാരത്ത് ഹെലികോപ്റ്ററിൽ പിടിച്ചു തൂങ്ങിയുള്ള കോലിളക്കം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള ചിത്രീകരണത്തിൽ നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ തകർന്ന സ്ഫോടനത്തിൽ ആ ജീവിതം എരിഞ്ഞടങ്ങി. 9 വർഷം കൊണ്ട് 150ഓളം ചിത്രങ്ങൾ എന്നത് നിസ്സാര കാര്യമല്ല. ഒരേ തരത്തിലുള്ള നിരവധി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടും മടുപ്പില്ലാതെ ജനങ്ങൾ കണ്ട് സൂപ്പർ ഹിറ്റാക്കിയ ചരിത്രം ഈ ഒരൊറ്റ നടന് അവകാശപ്പെട്ടതാണ്. അദ്ദേഹം അഭിനയിച്ച മിക്ക സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. മീൻ, ഇടിമുഴക്കം, തടവറ, മൂർഖൻ, കരിപുരണ്ട ജീവിതങ്ങൾ, നായാട്ട്, അങ്കക്കുറി, ശക്തി, സർപ്പം, ആവേശം, മനുഷ്യമൃഗം, തിക്കര പക്കി, അങ്ങാടി, ലവ് ഇൻ സിംഗപ്പൂർ, സഞ്ചാരി, ആക്രമണം, ഇവിടെ കാറ്റിന് സുഗന്ധം, ബെൻസുവാസു, അന്തപുരം തുടങ്ങിയവയായിരുന്നു അന്നത്തെ ഹിറ്റുകൾ. ഈ ചിത്രങ്ങൾ ഏറെയും ജനങ്ങളിലേക്ക് എത്തിയത് ജയന്റെ മരണത്തിന് ശേഷം എന്നത് തന്നെയായിരുന്നു. ജയൻ മരിച്ചിട്ടില്ല എന്നൊരു തോന്നൽ കാണികൾ മുഴക്കിയതും ഈ ചിത്രങ്ങളിലൂടെയായിരുന്നു. ജയന്റെ ആദ്യകാല ചിത്രങ്ങളിൽ പലതും ചെറിയ വേഷങ്ങളുമായിരുന്നു. വെറുതെ വന്നു പോകുന്ന വേഷങ്ങളിലും ജയൻ തന്റേതായ ഒരു ശൈലി പുലർത്തിയിരുന്നു. മലയാള സിനിമ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശരീരഭാഷ ജയൻ ഉണ്ടായതുകൊണ്ടാണ് അക്കാലത്തെ മറ്റു നടന്മാരിൽ നിന്നും ജയനെ വ്യത്യസ്തനാക്കിയതും. ജയന്റെ വില്ലൻ കഥാപാത്രങ്ങൾക്കും ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. സാഹസിക വേഷങ്ങൾ ഡൂപ്പില്ലാതെ ജയൻ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ജയന് വേണ്ടി അത്തരം സീനുകൾ പലരും ചിത്രങ്ങളിൽ എഴുതി ചേർക്കുകയോ ജയൻ ആവശ്യപ്പെട്ടതോ ആയി ഉരുത്തിരിഞ്ഞു വന്നു. ജയന്റേതായ ഒരു മാസ്മരികതയിൽ വേറിട്ട അത്തരം രംഗങ്ങൾ ജനങ്ങൾ വളരെ പെട്ടെന്ന് സ്വീകരിച്ചു. ആനയുടെ കൊമ്പിൽ തൂങ്ങിയും പുലിയെ പിടിച്ച് തോളിലിട്ടും മുതലയുമായി മൽപ്പിടുത്തം നടത്തിയും ക്രെയിനിൽ തൂങ്ങിക്കിടന്നും കെട്ടിടത്തിൽ നിന്നും എടുത്തു ചാടിയും ജയൻ മലയാള സിനിമയിൽ മറ്റൊരു തരംഗത്തിന് തുടക്കമിട്ടു. ജനങ്ങളിൽ ജയൻ ഒരു ആവേശമായി തീരുവാൻ അത് കാരണമായി. യുവാക്കളും കുട്ടികളും ജയന്റെ ആരാധകരാകുവാൻ പിന്നെ അധികം കാലം വേണ്ടി വന്നില്ല. ശബ്ദത്തിലും സംഭാഷണ രീതിയിലും മറ്റുള്ളവരെക്കാളും ഗാംഭീര്യമുള്ള രീതിയും ജനങ്ങളെ ആകർഷിച്ചു. ജയന്റെ സംഭാഷണങ്ങൾ യുവാക്കൾ കാണാതെ പഠിച്ചു. ആക്ഷൻ സീനുകൾ പലതും പെർഫെക്ഷനു വേണ്ടി വീണ്ടും വീണ്ടും എടുപ്പിക്കുന്ന പ്രവണതയും ജയൻ ഉണ്ടായിരുന്നു. കോലിളക്കത്തിലെ അപകടത്തിന് സാഹചര്യമുണ്ടാക്കിയ രംഗം 2 പ്രാവശ്യം സംവിധായകന്റെ സംതൃപ്തിക്ക് എടുത്തിട്ടും ജയന് തൃപ്തിയാവാത്തതിനാൽ വീണ്ടും എടുക്കുകയായിരുന്നു എന്ന് സംവിധായകൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സിനിമയിൽ ഏറെക്കാലം സജീവ സാന്നിധ്യമായി ജയൻ ഉണ്ടാകുമായിരുന്നു. ചിരഞ്ജീവി, രജനീകാന്ത്, അമിതാഭ് ബച്ചൻ തുടങ്ങിയ ജയന്റെ സമകാലികരായ സൂപ്പർ സ്റ്റാറുകളെ പോലെ ജയൻ തന്റെ സിനിമാ കരിയർ ഉയർത്തിക്കൊണ്ട് വരുമായിരുന്നു. പക്ഷേ അഭിനയ ജീവിതത്തിലെ
സാഹസികതയും ആത്മാർത്ഥതയും ജയന്റെ ജീവനെടുത്തു. ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരമാണ് അദ്ദേഹത്തിന് നായക പദവി നൽകിയ ആദ്യ വേഷം. IV ശശി സംവിധാനം ചെയ്ത അങ്ങാടിയിലെ അഭ്യസ്തവിദ്യനായ ചുമട്ടുതൊഴിലാളിയുടെ വേഷത്തിൽ ജയൻ ഗർജിക്കുമ്പോൾ ആ സ്വർഗ ഗാംഭീര്യത്തിൽ കോരിത്തരിച്ച് ആംഗലേയ ഭാഷ വശമില്ലാത്തവർ പോലും കൈയടിച്ചു. ജയൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു. 2011 കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ജയനെ പുനർനിർമ്മിച്ച് അവതാരം എന്ന ചിത്രത്തിൽ നായകനായി അവതരിപ്പിക്കുകയുണ്ടായി. 2020 മലയാളത്തിന്റെ ശ്രദ്ധേയനായ കഥാകാരൻ SR ലാൽ എഴുതിയ ജയന്റെ ജീവചരിത്രം വിഷയമാകുന്ന ജയന്റെ അജ്ഞാത ജീവിതം എന്ന നോവൽ മാതൃഭൂമി പുസ്തകമാക്കുന്നുവെന്നതൊക്കെ ജയന്റെ ഓർമ്മയ്ക്ക് മരണമില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ജയൻ ഇതിഹാസ നായകൻ എന്ന പേരിൽ വാട്സപ്പ് കൂട്ടായ്മയും ഫേസ്ബുക്ക് പേജുമൊക്കെ ജയന്റെ ആരാധകരുടേതായി സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യം. ഇപ്പോഴത്തെ തലമുറയും അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മലയാള സിനിമയിൽ ആരായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളതേയുള്ളൂ. ജയന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി പ്രണാമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.